ഇതിന് പിന്നിൽ രാഷ്ട്രീയമില്ല എന്നുള്ളതാണ് ഗവർണർ ഓഫീസിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ വിശദീകരണവും ഇനി അടുത്ത സമ്മേളനത്തിന് ചേരുന്ന സമയത്ത് കാർഷിക നിയമത്തിനെതിരെ പ്രമേയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. സർക്കാരിന് മുമ്പിൽ എന്തായാലും ഇനി സഭാ സമ്മേളനം ചേരുക പ്രായോഗികമല്ല. 8-ാം തീയതി സഭ വിളിക്കുമ്പോൾ മാത്രമാണ് ആ സമയം അതിലേതെങ്കിലും ഒരു ദിവസം ഇതിനുവേണ്ടി കുറച്ച് സമയം ഇതിനുവേണ്ടി മാറ്റിവെക്കാം എന്നുള്ളതാണ് സർക്കാരിന്റെ മുമ്പിലുള്ള വഴി. പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് നാളെ ഈ നിയമസഭയിലെ തന്നെ മെമ്പേഴ്സ് ലോഞ്ച് ഉണ്ട്. അതായത് നിയമസഭാ ഹാളല്ല, അതിന് തൊട്ടപ്പുറത്തുള്ള മെമ്പേഴ്സ് ലോഞ്ചിൽ MLA-മാരെല്ലാം ചേരണം, എന്നിട്ട് ഇതിനെതിരെ പ്രമേയം പാസ്സാക്കണമെന്നുള്ളൊരു ആവശ്യം പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു പ്രമേയം പാസ്സാക്കുന്നത് സർക്കാരിനെതിരെ പ്രതിഷേധം അറിയിക്കാവുന്ന എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് ഈ പ്രമേയത്തിന് ഒരു നിയമസാധ്യതയുമില്ല. കാരണം നിയമസഭയിൽ പാസ്സാക്കുന്നത് അല്ലാത്തത് കൊണ്ട് അതിനൊരു നിയമസാധ്യതയുമില്ല. അതിന് സർക്കാർ വഴങ്ങുമോ അല്ലെങ്കിൽ സർക്കാർ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമോ എന്നുള്ളത് വ്യക്തമല്ല. എന്തായാലും നാളെ MLA-മാരെല്ലാം തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട്. നാളെ തിരുവിതാംകൂർ കൊച്ചി ദേവസ്വം ബോർഡിലെ പട്ടികജാതി പട്ടികവർഗ പ്രതിനിധികളായിട്ടുള്ള അംഗങ്ങളെ തെരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പ് നടക്കുന്നുണ്ട് നാളെ ദർബാർ ഹാളിൽ. അതിന്റെ ഭാഗമായിട്ടാണ് MLA-മാരെല്ലാം നാളെ വരുന്നത്. അതുകൂടി കണക്കിലെടുത്താണ്ടാണ് ഒരു മണിക്കൂറോ 1.5 മണിക്കൂറോ നീണ്ടു നിൽക്കുന്ന ഒരു സഭാ സമ്മേളനം സർക്കാർ തീരുമാനിച്ചതും. എന്തായാലും നാളെ MLA-മാരെല്ലാം വരുമ്പോൾ ഒരുപക്ഷെ എല്ലാവരെയും കൂട്ടിയുള്ള ഒരു പ്രതിഷേധത്തിന് പ്രതിപക്ഷവും ഭരണപക്ഷവും ചേർന്ന് തീരുമാനമെടുക്കുമോ എന്നുള്ളത് വ്യക്തമല്ല. എന്തായാലും ഇന്നൊരു തീരുമാനം സർക്കാർ എടുത്തതിന് ശേഷം ഒരു പക്ഷേ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായി പ്രതിപക്ഷവുമായി ഒക്കെ ചർച്ച നടത്തിയതിനു ശേഷമായിരിക്കും നാളെ ഏത് വിധത്തിൽ MLA-മാരെ എല്ലാം എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇതിപ്പോൾ നേരത്തെ തന്നെ സർക്കാർ ഗവൺമെന്റ് തമ്മിൽ പല